കടുങ്ങല്ലൂർ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാന ജലസ്രോതസ്സായ ഓനിത്തോടിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോടതി നിർദ്ദേശപ്രകാരം സർവേ നടന്ന ഏലൂക്കര ഭാഗത്ത് 2 വർഷമായി അതിർത്തി കല്ലിടുന്നതിലുണ്ടായിരുന്ന തർക്കത്തിന് പരിഹാരമായി പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന 12 കിലോമീറ്റർ ദൂരത്തിൽ പുഴഭാഗം കയ്യേറ്റം കണ്ടെത്തി കുറ്റികൾ സ്ഥാപിച്ചുവെങ്കിലും ചിലർ അത് പിഴുതുമാറ്റുകയായിരുന്നു. ഓനിത്തോട് സംരക്ഷണ സമിതി നൽകിയ പരാതിയിൽ ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ പരാതിക്ക് പരിഹാരമുണ്ടായതായി സമിതി അറിയിച്ചു. കടുങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ സർവേ പ്രകാരം 404 അതിർത്തി കല്ലുകളിൽ ഇനിയും 132 എണ്ണം സ്ഥാപിക്കാനുണ്ട്. ഇതിൽ ഏലൂക്കര ഭാഗത്ത് 37 എണ്ണം പ്രശ്നബാധിതമാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണയിൽ കല്ലിടാൻ തീരുമാനിച്ചത്. ഇലഞ്ഞിച്ചുവടിലാണ് പോലീസ് സഹായത്തോടെ ആദ്യം കല്ല് സ്ഥാപിക്കുക. ആരംഭഭാഗം കല്ലിടാൻ ചെന്ന അധികൃതരെ കയ്യേറ്റക്കാർ തടയുകയും പ്രവേശനമാർഗം താഴിട്ട് പൂട്ടുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരം കോൺക്രീറ്റ് കല്ല് സ്ഥാപിച്ചു. തോടിൻ്റെ ഇരുകരകളിലും കയ്യേറ്റ ഭൂമി ഉള്ളതായി സമിതി കൺവീനർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി അനുസരിച്ച് സർവേ കല്ലുകൾ നേരത്തെ സ്ഥാപിച്ചു പോയതാണ്. ആ സ്ഥാപിച്ചു പോയ കല്ലെന്ന് പറഞ്ഞാൽ അന്നൊരു മരക്കുറ്റിയാണ് നാട്ടിയിരുന്നത്. ആ മരക്കുറ്റി പിഴുത് എറിഞ്ഞതിനെ തുടർന്ന് ഇവിടെ പരാതി കൊടുത്തു. കളക്ടർ മുമ്പാകെ വിളിച്ച യോഗത്തിൽ കളക്ടർ പറഞ്ഞു, ഈ കല്ലുകൾ വീണ്ടും പുനഃസ്ഥാപിക്കണം, അതിന് വേണ്ടി വന്നാൽ പോലീസ് സംരക്ഷണത്തോടു കൂടി അത് നടത്തണം എന്ന് പറഞ്ഞുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ വന്ന് ഈ പോലീസ് സംരക്ഷണത്തോടെ കല്ലിടാൻ വന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമ, ഇപ്പോൾ ഈ നേരത്തെ കുറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഉടമ ഇത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും നോട്ടീസ് കൊടുക്കണം, നിയമപ്രകാരം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇത് പല പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഹിയറിങ്ങിന് വിളിക്കുകയും പഞ്ചായത്തിൽ ഹിയറിങ്ങിന് വിളിക്കുകയും ഇവർ രേഖകൾ സഹിതം അവിടെ ഹാജരാകുകയും അവരോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും ചെയ്തതാണ്. വീണ്ടും പല പ്രാവശ്യം അറിയിപ്പുകൾ കൊടുത്തു. എന്നിട്ട് അവർ പറയുന്നത് ഇപ്പോഴും നോട്ടീസ് കിട്ടിയിട്ടില്ല, എനിക്ക് എത്ര സെൻറ്റ് ഭൂമിയുണ്ടെന്നും അതിലെത്ര പുറമ്പോക്കുണ്ടെന്നും ഒക്കെ വ്യക്തമാക്കി തന്നാലേ ഇതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഥലം അളന്ന് നോക്കിയാലാണല്ലോ ഇതിൽ പുറമ്പോക്കുണ്ടോ ഇല്ലേ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ പറയുന്ന ഗേറ്റ് പൂട്ടിയിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥരെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരൊരു മർക്കടമുഷ്ടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ ഓനിത്തോട് സംരക്ഷണ ജനകീയ സമിതിയുടെ ചെയർമാനാണ്. ആലങ്ങാട് പഞ്ചായത്തിൽ ആകെ കല്ലിടേണ്ടത് 183 ഇവിടെ ഇനിയും 83 കല്ലിടാനുണ്ട്. പറവൂർ തഹസിൽദാർ, കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും സർവേയർമാരും ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഇടപെടൽ ഫലം കണ്ടതായി സമിതി ഭാരവാഹികളായ ശ്രീമൻ നാരായണൻ, എ മുഹമ്മദ് അലി, കെ എസ് പ്രകാശ്, സജീവ് തത്തയിൽ, മോഹനൻ പുനലിൽ എന്നിവർ അറിയിച്ചു. ഇരു പഞ്ചായത്തുകളിലായി ബാക്കി ഭാഗം കല്ലിടൽ പൂർത്തിയായാൽ തോട് ആഴം കൂട്ടി അതിർത്തി വരെ വീതി കൂട്ടുവാൻ ആവശ്യമായ നടപടികൾക്കായി സ്ഥലം MLA കൂടിയായ മന്ത്രി പി രാജീവിനോട് അഭ്യർത്ഥിക്കുവാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.